ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. LSTSൻ്റെ മെയിൻസിൻ്റെ ഡേറ്റ് വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നവംബർ 9-നാണ് കേട്ടോ എക്സാം ഡേറ്റ്. നവംബർ 9-നാണ് നമ്മളെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. KSൻ്റെ ഒക്കെ എക്സാം പോലെ തന്നെ 2 പേപ്പറാണ്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. അപ്പോൾ ഓരോ പേപ്പറിനും 100 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 200 മാർക്കിൻ്റെ എക്സാമാണ്. അതുപോലെ തന്നെ ഓരോ പേപ്പറിനും എക്സാം നടക്കുന്നത് 1.5 മണിക്കൂർ വീതമാണ്. അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്യണം. 1.5 മണിക്കൂറാണ് സമയം കേട്ടോ. പറ്റും 35,710 പേരാണ് കാൻഡിഡേറ്റ്സ്, ടോട്ടൽ കാൻഡിഡേറ്റ്സ്. അപ്പോൾ എന്തായാലും ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും എക്സാം എന്തായാലും വരിക. അപ്പോൾ ഇനി സമയം കളയാനൊന്നുമില്ല. നമുക്ക് ഡീറ്റെയിൽ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പേപ്പറാണുള്ളത് കേട്ടോ. പേപ്പർ 1 GSഉം രണ്ടാമത്തെ പേപ്പർ ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഒരു പേപ്പറുമാണുള്ളത്. പേപ്പർ ഫസ്റ്റിൽ നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏരിയാസ് തന്നെയാണുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, അങ്ങനെ ഏരിയാസൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രിലിംസിന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവിഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. കറണ്ട് അഫെയറിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 15 മാർക്കാണ് കേട്ടോ. അതൊന്ന് നോട്ടീസ് ചെയ്യാം. പേപ്പർ 2-ൽ ഇന്ത്യൻ പൊളിറ്റിന്ന് 15 മാർക്ക് വരുന്നുണ്ട്, ഇന്ത്യൻ എക്കണോമിന്ന് 15 മാർക്ക്, റൂറൽ ഡെവലപ്മെൻറ്റ് 15 മാർക്ക്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ 15 മാർക്ക്, പിന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് 12 മാർക്ക്, കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ് 12 മാർക്ക്, അർബൻ ഗവേണൻസ് 8 മാർക്ക്, ഗവേണൻസ് 8 മാർക്ക്. UPSC എക്സാമിൻ്റെ ഓപ്ഷണലായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നവർക്ക് പഠിക്കാനുള്ള പേപ്പറുണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് ഏരിയാസൊക്കെ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് NCERT, SCERTയിലുള്ള, എസ്പെഷ്യലി NCERTയിലുള്ള ഗവേണൻസ്, അതുപോലെ തന്നെ പൊളിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ. അതിൽ ചില ചാപ്റ്റേഴ്സൊക്കെ ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ റെഫർ ചെയ്തിട്ട് പോകണം.